ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള നയതന്ത്ര ബന്ധം മുമ്പെങ്ങുമില്ലാത്ത വിധം വഷളാകുന്നു. ന്യൂഡൽഹിയിലെ ബംഗ്ലാദേശ് ഹൈക്കമ്മീഷൻ വിസ സേവനങ്ങൾ അനിശ്ചിതകാലത്തേക്ക് നിർത്തിവച്ചിരിക്കുകയാണ്. ഇന്ത്യക്കാർക്ക് ഇനി ബംഗ്ലാദേശിലേക്ക് പോകണമെങ്കിൽ കാത്തിരിക്കേണ്ടി വരും. പക്ഷെ എന്താണ് ഇതിന് പിന്നിലെ യഥാർത്ഥ ലക്ഷ്യം? ഇന്ത്യ ബംഗ്ലാദേശിലെ വിസ കേന്ദ്രങ്ങൾ അടച്ചതിനുള്ള തിരിച്ചടിയാണോ ഇത്? അതോ സ്വന്തം വീഴ്ചകൾ മറച്ചു വെക്കാനുള്ള ഒരു നയതന്ത്ര തന്ത്രം മാത്രമാണോ? നോക്കാം. ന്യൂഡൽഹിയിലെ ചാണക്യപുരിയിലുള്ള ബംഗ്ലാദേശ് ഹൈക്കമ്മീഷനാണ് വിസ സേവനങ്ങളും കോൺസുലർ പ്രവർത്തനങ്ങളും നിർത്തിവെച്ചത്. അപ്രതീക്ഷിത സാഹചര്യങ്ങൾ മൂലം അടച്ചിടുകയാണ് എന്നാണ് അവർ ഇതിന് നൽകുന്ന ഔദ്യോഗികമായ വിശദീകരണം. കഴിഞ്ഞ ശനിയാഴ്ച ഡൽഹിയിൽ നടന്ന ഒരു ചെറിയ പ്രതിഷേധത്തെ ചൂണ്ടിക്കാട്ടിയാണ് ഈ തീരുമാനം. ബംഗ്ലാദേശിൽ ആവർത്തിച്ചുണ്ടാകുന്ന ഹിന്ദു വിരുദ്ധ അതിക്രമങ്ങളിൽ പ്രതിഷേധിച്ച് അഖണ്ഡ് ഹിന്ദു രാഷ്ട്രസേന എന്ന സംഘടനയിലെ ഏതാനും പേർ ബംഗ്ലാദേശ് ഹൈക്കമ്മീഷന് മുന്നിൽ മുദ്രാവാക്യം വിളിച്ചിരുന്നു. കേവലം 20 മിനിറ്റ് മാത്രം നീണ്ടുനിന്ന പോലീസ് ഇടപെട്ട് ഉടൻ തന്നെ പിരിച്ചുവിട്ട ഒരു പ്രതിഷേധമാണിത്. എന്നാൽ ഇതിന്റെ പേരിൽ സുരക്ഷാ ഭീഷണി ഉണ്ടെന്ന് ആരോപിച്ച് ബംഗ്ലാദേശ് ഹൈക്കമ്മീഷൻ വിസ സേവനങ്ങൾ റദ്ദാക്കിയിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് ബംഗ്ലാദേശ് ഇപ്പോൾ ഇങ്ങനെ പ്രതികരിക്കുന്നത്? ഇതിന് കൃത്യമായ ഒരു പശ്ചാത്തലമുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ ബംഗ്ലാദേശിലെ ചിറ്റ്ഗോങ്ങിലും ധാക്കയിലും ഇന്ത്യൻ നയതന്ത്ര കാര്യാലയങ്ങൾക്ക് നേരെ അക്രമാസക്തമായ വലിയ പ്രതിഷേധങ്ങൾ നടന്നിരുന്നു. അവിടുത്തെ ഇന്ത്യൻ ഉദ്യോഗസ്ഥരുടെ സുരക്ഷ അപകടത്തിലായതിനെ തുടർന്നാണ് ഇന്ത്യ ചിറ്റ്ഗോങ്ങിലെ വിസ കേന്ദ്രങ്ങൾ താൽക്കാലികമായി അടച്ചത്. ബംഗ്ലാദേശിലെ തീവ്രവാദ ഗ്രൂപ്പുകളും അക്രമി സംഘങ്ങളും ഇന്ത്യൻ സ്ഥാപനങ്ങളെ ലക്ഷ്യം വെക്കുമ്പോൾ ഇന്ത്യയിൽ സമാധാനപരമായി നടന്ന ഒരു ചെറിയ പ്രതിഷേധത്തെ പർവ്വതീകരിച്ചു കാട്ടി വിസ സേവനങ്ങൾ നിർത്തലാക്കിയത് തികച്ചും ഏകപക്ഷീയമായ തീരുമാനമാണ്. ബംഗ്ലാദേശിലെ രാഷ്ട്രീയ മാറ്റത്തിന് ശേഷം അവിടെ ഹിന്ദുക്കൾ ഉൾപ്പെടെയുള്ള ന്യൂനപക്ഷങ്ങൾ ക്രൂരമായി വേട്ടയാടപ്പെടുകയാണ്. ഇതിനെതിരെ ഇന്ത്യ ശക്തമായി പ്രതികരിച്ചിരുന്നു. ദീപു ചന്ദ്രദാസ് എന്ന ഹിന്ദു യുവാവിനെ ബംഗ്ലാദേശിൽ തല്ലിക്കൊന്ന് കെട്ടിത്തൊക്കി തീ കൊളുത്തിയ സംഭവമാണ് ഡൽഹിയിലെ പ്രതിഷേധത്തിന് കാരണമായത്. ഈ സാഹചര്യത്തിൽ സ്വന്തം രാജ്യത്തെ ക്രമസമാധാന നില പരിഹരിക്കുന്നതിന് പകരം ഇന്ത്യയുമായി കൊമ്പ് കോർക്കാനാണ് ബംഗ്ലാദേശ് ശ്രമിക്കുന്നത്. ബംഗ്ലാദേശ് വിദേശകാര്യ ഉപദേഷ്ടാവ് മുഹമ്മദ് തൗഹീദ് ഹൊസൈൻ പ്രകടിപ്പിച്ച ആശങ്കകൾ കേവലം മിസ്ലീഡിംഗ് പ്രൊപ്പഗണ്ട അഥവാ തെറ്റായ പ്രചാരണം മാത്രമാണെന്ന് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം ഇതിനകം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ചുരുക്കത്തിൽ ബംഗ്ലാദേശിൽ ഇന്ത്യ വിരുദ്ധ വികാരം പടരുമ്പോൾ അതിന് കൂട്ടുനിൽക്കുന്ന രീതിയിലാണ് അവിടുത്തെ ഭരണകൂടം പെരുമാറുന്നത്. നയതന്ത്ര ബന്ധങ്ങളിൽ ഉഭയകക്ഷി മര്യാദകൾ പാലിക്കുന്നതിന് പകരം വിസ സേവനങ്ങൾ നിർത്തിവെച്ച് ഇന്ത്യയെ സമ്മർദ്ദത്തിലാക്കാനാണ് അവരുടെ ശ്രമം. എന്തായാലും ഇന്ത്യയിൽ നിന്ന് ആരും ബംഗ്ലാദേശിലേക്ക് പോയില്ലെങ്കിൽ അതുകൊണ്ട് ഇന്ത്യക്ക് ഒരു നഷ്ടവും ഉണ്ടാകാൻ പോകുന്നില്ല. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.